ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഐഷാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഉന്നക്കാൻ്റെ റെസിപ്പിയാണ്. ഞാൻ ഓൾറെഡി ഒരു ഉന്നക്കാൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, പക്ഷേ അത് ബേസിക് ആയിട്ടുള്ള ഒരു ഉന്നക്കാൻ്റെ റെസിപ്പി ആയിരുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫില്ലിങ് വരുന്ന ഒരു ഉന്നക്കാൻ്റെ റെസിപ്പിയാണ്. നമ്മൾ തേങ്ങ അല്ലെങ്കിൽ മുട്ടയൊക്കെ വെച്ചിട്ടാണല്ലോ ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഫില്ലിങ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ, എന്നാലും പിന്നെ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, നിങ്ങൾ ചില ആൾക്കാർക്ക് വിചാരിക്കും ഇതൊക്കെയാണോ റെസിപ്പി, പക്ഷേ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല എന്നൊക്കെ. പക്ഷെ നമ്മൾ എന്താ അറിയോ, എല്ലാവരും ഒരു റെസിപ്പി എവിടുന്നാണ് പഠിക്കുന്നത്, എവിടുന്നെങ്കിലും കേട്ടിട്ട് അല്ലെങ്കിൽ ആരെടുത്തെങ്കിലും അല്ലെങ്കിൽ പരീക്ഷിച്ചിട്ട് വിജയിക്കുന്ന ആൾക്കാരുണ്ടാവും. എന്നാലും അങ്ങനെയൊക്കെയാണല്ലോ പഠിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ റെസിപ്പി പറഞ്ഞു കൊടുക്കുന്നതിലൂടെ വേറെ ആർക്കെങ്കിലും ആ ഒരു റെസിപ്പി പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഉപകാരമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ഈ ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഴം പുഴുങ്ങാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ 2 പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 3 പഴം വരെ എടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഫില്ലിങ്സ് അത്യാവശ്യം ഉണ്ടാവും, പക്ഷെ ഞങ്ങൾക്കിപ്പോൾ 2 ആൾക്ക് 3 ആൾക്കാർക്ക് ഇത്രയും മതിയല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് പഴം നമ്മൾ എടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം, പഴത്തിൻ്റെ തൊലി തീരെ കറുത്തു പോകാൻ പാടില്ല, അതായത് അധികം പഴുക്കാൻ പാടില്ല, അതേപോലെ അധികം പച്ചയാവരുത്. അപ്പോൾ അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കണ്ടില്ല, ഒരു മീഡിയം ആയിട്ടുള്ള പഴുപ്പാണ്. അതെപ്പോഴും നിങ്ങൾ സൂക്ഷിക്കുക. കുറച്ചൊന്ന് നമ്മളിങ്ങനെ പഴമൊന്ന് അമർത്തി നോക്കുമ്പോൾ അത്യാവശ്യം അമർന്നു പോകുന്നുണ്ടെന്നുള്ള ഒരു തരത്തിലുള്ളതാണെങ്കിൽ ഉന്നക്കായൊക്കെ എടുക്കരുത്. നമ്മളത് വേവിച്ച് വരുമ്പോൾ നല്ലോണം കുഴഞ്ഞു പോകും. പിന്നെ മൈദയോ ബ്രെഡൊക്കെ കൂട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ, പക്ഷെ അല്ലാതെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു പഴത്തിൻ്റെ പഴുപ്പ് എടുത്താലാണ് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഉന്നക്കായ കിട്ടുക. അപ്പോൾ ഇതിൽ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് വേവിക്കുന്ന ടൈമാണ്. കറക്റ്റ് 5 മിനിറ്റ് മാത്രമേ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ 5 മിനിറ്റാണ് ഇത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കുക്കറിൽ വേവിക്കുന്ന അല്ലെങ്കിൽ വെള്ളത്തിൽ ഇട്ടിട്ട് വേവിക്കുന്നതിനേക്കാളൊക്കെ നല്ലത് ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ്. കാരണം ആ ഒരു വെള്ളമൊന്നും ഇല്ലാതെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടും, അതായത് വെള്ളത്തിന് അംശമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആവിയിൽ ഇഡ്ഡലിപ്പാത്രം ഉണ്ടാവുമല്ലോ, അതിൽ ആവിയിൽ ഒരു പാത്രത്തിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ 5 മിനിറ്റ് നേരമാണ് ഞാനിപ്പോൾ വേവിച്ചെടുക്കുന്നത്, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ കറക്റ്റ് 5 മിനിറ്റ് ഞാൻ പഴം വേവിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് ജസ്റ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ചൂടാറിയ ശേഷം നമ്മൾ ഇതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വേവിച്ച കറക്റ്റ് ആയിട്ടുള്ള അളവാണെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പോൾ അത് ഇതാവില്ല, എന്താ കൂടുതൽ നമ്മൾ ആ ഒരു ഇത് ടൈറ്റ് ആയിട്ടാണല്ലോ ഉണ്ടാവുക, അങ്ങനെ ലൂസായിട്ട് ഒട്ടുന്ന പോലൊന്നും നമുക്ക് കിട്ടില്ല. പക്ഷെ കറക്റ്റ് വേവായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ കുഴഞ്ഞു പോകും. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടാറ്റോ മാഷർ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടൊക്കെ അത് മാഷ് ചെയ്തെടുക്കാം, ഒന്ന് കുഴച്ചെടുക്കാം. പക്ഷെ എളുപ്പം എന്ന് പറയുന്നത് ഈ മിക്സിൻ്റെ ജാറിൽ ചെയ്യുന്നതാണ്. ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ആ പഴത്തിൻ്റെ പഴുപ്പും അതേപോലെ തന്നെ വേവും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആയിട്ട് ഇത് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും മിക്സിൻ്റെ ജാറിൽ. അപ്പം അധികം വേവരുത്. ഇപ്പൊ കണ്ടില്ല, ഒരു കട്ടിക്ക് തന്നെയാണ് പഴം ഇരിക്കുന്നത്. ഞാനിങ്ങനെ കഷ്ണാക്കിയിട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഗ്രൈൻഡ് ചെയ്തത് നമ്മൾ ഇതേപോലത്തെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ജസ്റ്റ് കണ്ടില്ലേ, നല്ല ടൈറ്റ് ആയിട്ട് തന്നെയാണുള്ളത്. അപ്പോൾ ചൂടാറിയ ശേഷം ഒന്ന് മിക്സാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. കുറേ ലൂസായിട്ടുണ്ടെങ്കിൽ നമുക്ക് വിചാരിച്ച പോലെ ഉന്നക്കായൻ്റെ കറക്റ്റ് ഷേപ്പിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കുറച്ച് നെയ്യ് ഒരു ടീസ്പൂണോ 2 ടീസ്പൂണോ നെയ്യും കൂടി ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട്. ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമല്ല കേട്ടോ, ഒരു അയോണൈസ്ഡ് പാനാണ്. ഞാൻ കണ്ടപ്പോൾ എനിക്ക് നല്ല രസമായി, നല്ല ക്യൂട്ടായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താ വെച്ചാൽ ചിലപ്പോഴൊക്കെ നമ്മൾ മീൻ പൊരിക്കാനൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് അടിയിൽ പിടിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നല്ലോണം നോൺ സ്റ്റിക്കിലത്തെ പോലത്തെ നല്ലോണം സെപ്പറേറ്റ് ആയിട്ട് കിട്ടൂല. അല്ലാതെ തന്നെ നല്ല നല്ല കമ്പനീൻ്റെ പാനാണ് കേട്ടോ, ഫ്യൂച്ചറിൻ്റെ പാനാണ്. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എന്ത് ചെയ്യുക, നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത ശേഷം അതിലേക്ക് ഞാൻ ഒരു 8 അണ്ടിപ്പരിപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നല്ലോണം സോട്ട് ചെയ്യുക. വേണമെങ്കിൽ ഇങ്ങനെ തിരിച്ച് പിടിക്കുക കേട്ടോ, അങ്ങനെയാണ് ഈ സൈഡിൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് ആയി കിട്ടും. എന്താ വെച്ചാൽ അത് എന്താ വലിയ പാത്രം എടുക്കുന്ന വെച്ചാണ്ടല്ലോ, ഇനിയിപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ തേങ്ങയും മുട്ടയൊക്കെ ഒന്നിച്ച് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. സെയിം പാത്രം തന്നെ ഉപയോഗിച്ചാൽ മതി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിന് വലിയ പാത്രം എടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 1.25 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നെയ്യ് യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് നെയ്യിൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അധികം യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നെയ്യ് കുറഞ്ഞ പോലെ തോന്നി.
എനിക്ക് തോന്നുന്നു ഞാനിതിൽ തീരാനായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആരുടെ ഇത് കൊടുത്തപ്പോൾ ഉണ്ടല്ലോ 1 ടേബിൾ സ്പൂൺ മൊത്തമായിട്ട് ഉണ്ടായിരുന്നില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതൊന്ന് എന്താവട്ടെ, ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആവാൻ തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് ഗീ ഒന്ന് കൂട്ടി കൊടുത്തു. ബ്രൗൺ കളർ ആവാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് വേറൊരു സാധനം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അതാണ് മുന്തിരി. അപ്പോൾ ഞാനെപ്പോഴും ആഡ് ചെയ്യുമ്പോൾ ഇത് മുന്തിരി ആണെങ്കിലും അണ്ടിപ്പരിപ്പാണെങ്കിലും ചെറുതായി അരിഞ്ഞിട്ടാണ് പലഹാരത്തിനൊക്കെ ആഡ് ചെയ്യുക. പായസമൊക്കെ ആണെങ്കിൽ ഞാൻ ജസ്റ്റ് 2 ആയിട്ട് കീറി തന്നെ ഉള്ളൂ അതിൻ്റെ മിഡിൽ കൂടെ. പക്ഷെ പലഹാരത്തിനൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഞാൻ ഇതേപോലെ മുന്തിരി ആണെങ്കിലും ഒരു 2-3 കഷ്ണമാക്കി കട്ട് ചെയ്യാറുണ്ട്. അണ്ടിപ്പരിപ്പാണെങ്കിലും 4-5 കഷ്ണമാക്കി ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ആഡ് ചെയ്യാറ്. അപ്പോൾ അണ്ടിപ്പരിപ്പ് ആവാറായിട്ടുണ്ട്. അതിൻ്റെ കൂടെ എന്ത് ചെയ്യാം, മുന്തിരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. മുന്തിരി പെട്ടെന്നാവുമല്ലോ, നമ്മളത് എന്താ പറയുക, നെയ്യിലിട്ടാൽ അപ്പം തന്നെ എന്താവും, പൊങ്ങി വരും. ഇനി നമുക്കിത് എന്ത് ചെയ്യണം, ഒരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. തീ കുറച്ച് വെച്ചുകൊണ്ടിട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങയാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക, എന്താ അറിയുമോ, ഈ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ആഡ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് വളരെ കുറവ് മതി ഇതിൻ്റെ ഫില്ലിങ്. കാരണം നമ്മൾ പഴത്തിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് മാത്രമേ ഫില്ലിങ് ചെയ്യുന്നുള്ളൂ, കുറേ ഫില്ലിംഗ് ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, കുറച്ച് എടുത്താൽ മതി, ഒരുപാട് കൂടുതൽ ഫില്ലിങ്സ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്തല്ലോ, അപ്പോൾ നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇത് എടുക്കുമ്പോൾ എന്തുണ്ടല്ലോ, തേങ്ങ ഉണ്ടല്ലോ നല്ലോണം വറന്ന് വരണ്ട, അതായത് നല്ലോണം ഫ്രൈ ആവണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. കാരണം അങ്ങനെ കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു മുട്ടയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിലേക്ക്. ഇത് രണ്ടും കൂടിയാണ് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത്, മിക്സ് ചെയ്ത് എടുക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ, നിങ്ങൾ എപ്പോഴും ഇങ്ങനത്തെ ഒരേ ചട്ടി തന്നെ മീൻ ഒക്കെ പൊരിക്കാനും അല്ലാതെ തന്നെ ഇങ്ങനത്തെ മസാല ഉണ്ടാക്കാനൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ, ആദ്യം പലഹാരം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നല്ലോണം കഴുകിയിട്ട് നല്ല സോപ്പിട്ട് കഴുകിയിട്ട് മാത്രമേ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ആ പലഹാരത്തിലേക്ക് ആ ഒരു മീനിൻ്റെ സ്മെല്ലൊക്കെ വരും. കഴിയുന്നത്രയും സെപ്പറേറ്റ് ചട്ടിയാണ് ഉപയോഗിക്കേണ്ടത്. എന്നാലും എന്താ പറയുക, നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഉണ്ടാവണമെന്നില്ലല്ലോ, എല്ലാവരുടെ അടുത്തും കുറേ ചട്ടിയൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യുക. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത്, നമുക്കറിയാം ഉന്നക്കായൊക്കെ എല്ലാവരും മുട്ടൻ്റെ ഫില്ലിങ്ങും ചെയ്യാറുണ്ട്, തേങ്ങൻ്റെയും ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ അധികം ഇങ്ങനെയാണ് ചെയ്യാറ്, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടില്ല. എനിക്ക് നല്ല ടേസ്റ്റ് ചെയ്ത് തോന്നിയിട്ടുണ്ട് കേട്ടോ. തേങ്ങയും മുട്ടയും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതിനേക്കാളും ടേസ്റ്റ് ആയിട്ട് ഈ രണ്ടും കൂടി വരുമ്പോഴുള്ള മിക്സ് അടിപൊളിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് അങ്ങനെ ഇതാക്കി എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തേങ്ങ നല്ലോണം വാടേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഒരു നുള്ളിൽ ഏലക്കായ് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മസാലയല്ലേ ഉള്ളൂ, ഏലക്കായ് പൊടി കുറച്ച് മതി കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. 3 മതി കേട്ടോ, കൂടുതൽ ആഡ് ചെയ്യട്ടെ. 3 മതി, 3 ധാരാളമായിട്ട്. കുറച്ച് മസാലയല്ലേ ഉള്ളൂ, ഒരു മുട്ടയും 1/4 കപ്പ് തേങ്ങയും മാത്രമേ ഉള്ളൂ. 3 ടേബിൾ സ്പൂൺ ധാരാളം. അപ്പോൾ ഇതും കൂടി അത് ചെയ്യാം. ഇനി ഞാനും ജസ്റ്റ് ഇത് മിക്സ് ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് തേങ്ങ പഞ്ചസാര മെൽറ്റാവാൻ തുടങ്ങുമ്പോഴത്തേനും ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കളയും. എനിക്കെന്തോ ആ പഞ്ചസാര ഫുള്ളായിട്ട് മെൽറ്റ് ആവുന്നത് വരെ എടുത്ത് വെച്ചാൽ ഭയങ്കര ലിക്വിഡായിട്ട് ആവുന്ന പോലെ തോന്നുന്നു ഈ മസാല. അപ്പം ഇത് ജസ്റ്റ് മിക്സ് ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫില്ലിങ്സ് കൂടുതൽ ഉണ്ടാവും കേട്ടോ, കാരണം അത്ര വേണ്ടിയല്ല, ഇത്തിരി ഫില്ലിങ്സേ ഉന്നക്കായൻ്റെ ഉള്ളിൽ വരുള്ളൂ. അപ്പോൾ ആദ്യം കയ്യിൽ ഇത്തിരി ഓയിലാക്കി കൊടുക്കുന്നത് നല്ലതാണ്, കാരണം ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കയ്യിൽ ഇത്തിരി ഓയിലാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓരോ റോൾസ് ഇത് നമ്മളെടുത്തിട്ട് നമ്മളെ കയ്യിൽ വെച്ചിട്ട് പരത്തിയെടുക്കണം. കണ്ടില്ല, മിക്സിയിൽ അടിച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇത് പരന്ന് കിട്ടിയിട്ടുണ്ട്. 5 മിനിറ്റ് കറക്റ്റ് വേവിച്ചാൽ മതി. അതേപോലെ തന്നെ മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക, കുറേ നേരം ഗ്രൈൻഡ് ചെയ്തെടുക്കരുത്, ഒന്ന് നമ്മൾ അടിഞ്ഞ് കിട്ടുന്നത് വരെ. അപ്പോൾ ആ ഒരു പഴുപ്പും കൂടി ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉന്നക്കായ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഫില്ലിങ്സ് വെച്ച് കൊടുത്ത ശേഷം നമ്മൾ കൈ കൊണ്ട് അമർത്തി കൊടുക്കണം. അതുകൊണ്ട് അമർത്തിയിട്ട് ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സൈഡിൽ നിന്നും അതേപോലെ അമർത്തി കൊടുക്കുക. എന്നിട്ട് അമർത്തിയ ശേഷം കൈകൊണ്ട് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഏത് ഉന്നക്കായൻ്റെ ഒരു ഷേപ്പ് ഉണ്ടാവുമല്ലോ, നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല. അപ്പോൾ ആ ഒരു ഷേപ്പിലേക്കാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്.
കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇപ്പോൾ വെന്ത് കിട്ടി. നമ്മൾ ആ ഒരു പഴമൊക്കെ വെന്തതൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി റോൾ ചെയ്തെടുക്കാം കേട്ടോ. ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വേവിക്കുമ്പോൾ അതേപോലെ തന്നെ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഒക്കെ സൂക്ഷിക്കുക, ഒന്നും കൂടുതലായി പോരുത് ഗ്രൈൻഡ് ചെയ്യുന്നതും വേവിക്കുന്നതും ഒന്നും. അപ്പോൾ ഇത്ര ഇപ്പം എനിക്ക് 7 എണ്ണമാണ് ഇതുകൊണ്ട് കിട്ടിയിട്ടുള്ളത്. മസാല അത്യാവശ്യം ബാക്കിയുണ്ട് കേട്ടോ, ഇത്ര തന്നെ ഉണ്ടാക്കാനുള്ള അത്രയും മസാല ബാക്കിയുണ്ട്. അപ്പോൾ അത് നാളെ ഇനിയിപ്പോൾ പിന്നെ ഉന്നക്കായോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൈദൻ്റെ ദോശ ഉണ്ടാക്കിയിട്ട് അതിലേക്കുള്ള പോലെ പലഹാരമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അത് പ്രശ്നമൊന്നുമില്ല, 1-2 ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിങ്ങനെ റോൾ ചെയ്തെടുക്കുന്ന സമയത്തുണ്ടല്ലോ എണ്ണ ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ചൂടായിട്ടുണ്ടാവും. നമുക്കിത് പോയിട്ട് പൊരിച്ചെടുത്താലോ. എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്, ചിലപ്പോൾ അത്യാവശ്യം നല്ലോണം ചൂടായിട്ടുണ്ടാവും കേട്ടോ, കാരണം കുറച്ച് നേരം ഒന്ന് റോൾ ചെയ്തെടുക്കാനുണ്ടല്ലോ. അപ്പോൾ ആദ്യം ഞാൻ ഒന്ന് ജസ്റ്റ് ഒരു പഴത്തിൻ്റെ ഒരു ഇതിട്ട് നോക്കട്ടെ. ലോ ഫ്ലെയിമിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്, അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. ഇതേപോലത്തെ ചീനച്ചട്ടിയാണ് കേട്ടോ എപ്പോഴും നമ്മൾ എണ്ണ പൊരിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഉന്നക്കായ പൊരിച്ചെടുക്കാൻ ഇത് നല്ലോണം മുങ്ങിക്കെടുക്കണം ഉന്നക്കായ, അപ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരിക. അപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ യൂസ് ചെയ്യാം, പക്ഷെ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ എന്താണെന്നറിയോ കുറേ എണ്ണ ഒഴിക്കേണ്ടി വരും ഇത് മുങ്ങിക്കെടുക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് 3 ഇട്ട് കൊടുത്തിട്ട് അത്യാവശ്യം ഒന്ന് 2 സൈഡും ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ എണ്ണ ചൂടാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ആയി കിട്ടും. ഫ്രൈ ചെയ്തെടുക്കാൻ അധികം ടൈമൊന്നും വേണ്ടി വരില്ല കേട്ടോ, കുറച്ച് സമയം തന്നെ മതിയാവും. കാരണം പഴം ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വേവിച്ചെടുത്തതാണ്, അതായത് വാട്ടിയെടുത്തതാണ്. അതേപോലെ തന്നെ പുഴുങ്ങിയ പഴവും കൂടിയല്ലേ, അപ്പോൾ അധികം വേവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഏകദേശം ഒരു ബ്രൗൺ കളറിൻ്റെ അടുത്തൊക്കെ ആയിട്ടുണ്ട്, നല്ലോണം അങ്ങനെ ആവേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതും എടുത്ത് മാറ്റാം, ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇപ്പോൾ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അടിപൊളി ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. നല്ല ഫില്ലിംഗ് ആണ്, നല്ല ടേസ്റ്റിയാണ് ഈ ഫില്ലിങ്. അപ്പോൾ നിങ്ങൾ തേങ്ങയും മുട്ടയും സെപ്പറേറ്റ് അങ്ങനെ ഒന്നുകിൽ തേങ്ങ അല്ലെങ്കിൽ മുട്ട ചെയ്യുന്നതിന് പകരം ഇതേപോലെ മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ, താങ്ക് യു.